ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹല നീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചിക്കൻ ഫ്രൈ ആണ്. അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. എല്ലോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/2 കിലോ ചിക്കനുണ്ട്. ഇതിലേക്ക് വേണ്ട മസാലകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 4-5 വറ്റൻമുളകും 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ തൈരും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഈ മസാലകൾ ഇട്ട് കൊടുക്കണം. ഈ മസാലകളെല്ലാം നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ തന്നെ വൈറ്റ് എള്ളും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കാം. ഇപ്പോൾ 1 മണിക്കൂറായി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സ്മെല്ലാണ്. ആ ഒരു എള്ളും വെളിച്ചെണ്ണയും എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ ഒരു ഭാഗം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു ഭാഗം കൂടി വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഈ ഒരു ഭാഗം കൂടി ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് കഴുകി വെക്കാം. ഇതിപ്പോൾ ഈ ഒരു ഭാഗം കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു ടേസ്റ്റാണ്. ഈ ലാസ്റ്റ് ടൈമിൽ ഈ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. അതുമാത്രം കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.